OTT ഷോകളിലൂടെ കയ്യടി നേടിയിട്ടുള്ള നടിയാണ് ആദിതി പോഹങ്കർ. ഇപ്പോഴിതാ ആദിതിയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായി മാറുകയാണ്. തനിക്ക് നേരെയുണ്ടായ 2 അതിക്രമങ്ങളെക്കുറിച്ചാണ് ആദിതി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഹൗ ടു ഫ്ലൈ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ആദിതിയുടെ തുറന്നു പറച്ചിൽ. ആദിതിക്ക് ആദ്യം മോശം അനുഭവമുണ്ടാകുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അമ്മയുടെ വിദ്യാർത്ഥിയായ മുതിർന്ന ആൺകുട്ടിയാണ് അന്ന് മോശമായി പെരുമാറിയത്. ആദിതി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സംഭവം. ആ സമയത്ത് ബസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഒരു ദിവസം ബസ്സിൽ വെച്ച് ആൺകുട്ടി ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സിബ് അഴിച്ച് ബാഗ് വെച്ച് മറച്ച ശേഷം തന്നോട് നോക്കാൻ പറഞ്ഞു എന്നാണ് ആദിതി പറയുന്നത്. അയാളെ താൻ ചേട്ടാ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അയാളുടെ പ്രവൃത്തിയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അവൻ്റെ ഉദ്ദേശം മനസ്സിലായപ്പോൾ താൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ഇതോടെ എല്ലാവരും ശ്രദ്ധിച്ചു. പിടിക്കപ്പെടുമെന്നായപ്പോൾ സിബ് പോലും ഇടാതെ അവൻ എഴുന്നേറ്റ് പോകാൻ നോക്കി. തിടുക്കത്തിൽ ഓടുന്ന ബസ്സിൽ നിന്നും അവൻ ഇറങ്ങി ഓടുകയായിരുന്നെന്നും ആദിതി പറയുന്നുണ്ട്. ഓട്ടത്തിനിടെ അവൻ്റെ പാൻറ് അഴിഞ്ഞു വീണു എന്നും ആദിതി പറയുന്നു. മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് 11-12 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. മുംബൈ ലോക്കൽ ട്രെയിനിലായിരുന്നു സ്ഥിരം യാത്ര ചെയ്തിരുന്നത്. ഫസ്റ്റ് ക്ലാസ് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളെയും അനുവദിക്കുമായിരുന്നു. അങ്ങനെ കയറി വന്ന സ്കൂൾ യൂണിഫോമിട്ട പയ്യിൽ നിന്നുമാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നതെന്ന് ആദിതി പറയുന്നു. ദാദർ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ സീറ്റിൽ ഇരിക്കുകയായിരുന്ന തൻ്റെ അരികിലേക്ക് വന്ന വിദ്യാർത്ഥി തൻ്റെ മാറിടത്തിൽ കയറി പിടിച്ചു എന്നാണ് ആദിതി ഞെട്ടലോടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ കുർത്തിയായിരുന്നു ധരിച്ചിരുന്നത്. അവൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി. പിന്നാലെ ആദിതി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയും പോലീസിനോട് കാര്യം പറയുകയും ചെയ്തു. എന്നാൽ ആദിതി പ്രതീക്ഷിച്ചതുപോലെ ഒരു മറുപടി ആയിരുന്നില്ല പോലീസ് നൽകിയത്. ഓ ശരി, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ തനിക്ക് നേരെയുണ്ടായത് അതിക്രമമാണെന്ന് ആദിതി തറപ്പിച്ചു പറഞ്ഞു. ഇതോടെ അവനെ ഇനി എവിടുന്ന് കിട്ടാനാണെന്നായി പോലീസുകാരൻ. എന്നാൽ ഈ സമയം അതിക്രമം ചെയ്ത പയ്യൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്ന് ആദിതി പറയുന്നു. അവൻ മറ്റൊരു പെൺകുട്ടിയെ ലക്ഷ്യം വെച്ച് നിൽക്കുകയായിരുന്നു. പ്രതിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തെളിവുണ്ടോ എന്നാണ് പോലീസുകാരൻ തന്നോട് ചോദിച്ചതെന്ന് ആദിതി പറയുന്നു. വിട്ടുകൊടുക്കാൻ ആദിതി തയ്യാറായില്ല. തുടർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ആദിതി പ്രതിയെ പിടികൂടി. ഞാൻ അവനോട് ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടു. അവൻ എന്നേക്കാൾ ചെറുപ്പമായിരുന്നു. ഞാൻ അവനേക്കാൾ 3 വയസ്സ് മൂത്തതാകും. അടിക്കാൻ കൈ ഓങ്ങിയപ്പോൾ അവൻ കുറ്റം സമ്മതിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. ഞാൻ അവൻ്റെ കോളറിൽ പിടിച്ച് എല്ലാവരും കേൾക്കെ ഇനി ആരോടെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഒടുവിൽ അവൻ താൻ ചെയ്ത് തെറ്റെന്ന് ഏറ്റുപറഞ്ഞു എന്നാണ് ആദിതി പറയുന്നത്. ആദിതിയുടെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ്. സ്ത്രീകൾ എങ്ങനെയാണ് പൊതുയിടങ്ങളിൽ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നും കാണിച്ചു തരികയാണ് താരത്തിൻ്റെ അനുഭവം. ബോബി ഡിയോളിനൊപ്പം അഭിനയിച്ച ആശ്രമം സീരീസിലൂടെയാണ് ആദിതി താരമാവുന്നത്. ഇപ്പോഴിതാ മണ്ഡല മർഡേഴ്സ് അടക്കമുള്ള സിനിമകൾ ആദിതിയുടേതായി അണിയറയിൽ തയ്യാറെടുക്കുകയാണ്.